ഇല്ല 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 പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി പോയി പറഞ്ഞാൽ ഈ ഓണം ഉണ്ടാക്കണോ അതിനെ വള്ളത്തിൽ പോയി എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാനായോ നായ? എന്താ റപ്പായി? ഇവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ആ എടുത്തോ. എന്താ നോക്കിക്കണേ പോയി അറിയാം. കടപ്പുറത്ത് ഭയങ്കര അടിയാക്കുന്നു. നമ്മുടെ റപ്പായിച്ചേട്ടൻ കൂട്ടുക. ശാന്തമ്മേ, റപ്പായുടെ അടി കൊണ്ട് 4-5 പേര് ഇപ്പൊ ഇവിടെ. അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുളിക്ക് അവിടെ വെച്ചാൽ മതി. ഡോക്ടർ, ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം.
ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ. ചതിച്ചോ? അവനിട്ടാണോ കിട്ടിയത്? ശ്ശോ, ഇനി അവനെ ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കി. ആരായാലും അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടല്ലോ റപ്പായി. ഒരക്കടി പറ്റിപ്പോയി ഡോക്ടറെ. അവരൊരുപാട് പേരുണ്ടായിരുന്നു. അതോടുള്ള അയ്യോ, അപ്പോ ബാലൻ എന്ത് പറഞ്ഞു? ബാലേട്ടന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാറേ, നിങ്ങൾ പോയിട്ട് വരെ. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളാം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി. ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചോ ഞാൻ. ഇന്നൊരു മുറിവേദം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ടാ ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനെ ഒന്ന് ഒതുക്കാൻ എന്താ റപ്പായി ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ, അല്ല നീ ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങോട്ട് എന്നാ കറിക്കുന്നരച്ചേ? അമ്മച്ചി, എനിക്കൊരു വയറ്റുവേന. അതിന് നീ കാലത്ത് കണ്ടാടച്ചാണെ വല്ലതും തിന്നാ? ഇല്ല. എന്നാ വായുവിന്റെ കയറ്റമായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്നിത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? പോയി സാരിയും ബ്ലൗസും മാറ്റിട്ട് പോടി വന്നേ. സാറേ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? ഈ കേറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ. ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെ? പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേടുകാരി വന്നല്ല. ഇവിടെ ഉണ്ട്. എന്നതാ മോനെ അവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. 10 ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലവും എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം 3 നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. വിശേഷം നല്ലതും സാർ അറിഞ്ഞ? എന്താ? സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട്. അവഖ്യാതിയോ? ഓ, ആ കള്ളക്കൈവരി പത്രാധിപര പണിയാ. എടാ, ഇത് 6-ാം പറഞ്ഞ രാജപ്പൻ ഡോക്ടർ കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ള രണ്ടിനെയും നമുക്ക് തപ്പാൻ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. വായിച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണേ. ഞമ്മക്കിട്ടൊരു അരിയാ അരിച്ചിരിക്കണത്.